ഞെട്ടലോടെ നിൽക്കുന്ന ഇലേന ഏകദേശം അതുപോലെ തന്നെയാണ് ആ ക്യാമ്പസ്, ആ കാഴ്ച നോക്കിക്കണ്ടത്. വിനു വിരൽ വച്ച് വിസിൽ നീട്ടിയടിച്ചു. അനി ഞെട്ടലോടെ അലക്സിയെ നോക്കി. കൈകൾ പിണച്ചുകെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണവൻ. അവൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് അനിക്ക് പിടികിട്ടിയില്ല. ദേവൻ തൻ്റെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന വെളുത്തു മെലിഞ്ഞ കൈകളിലേക്ക് വിശ്വസിക്കാൻ കഴിയാതെ നോക്കി. അവൻ്റെ കവിളിലൂടെ 2 തുള്ളി കണ്ണീർ ഒലിച്ചിറങ്ങി നിലത്ത് വീണ് ചിതറിത്തെറിച്ചു. സോറി ദേവേട്ട, എനിക്ക് ഒന്നും തുറന്നു പറയാൻ കഴിഞ്ഞില്ല. അതുപോലുള്ളൊരവസ്ഥയായിരുന്നു. ഞാൻ ഇന്ന് വരെ ഇത്രയും വേദനിച്ചിട്ടില്ല. അറിയുമോ, ഓരോ നിമിഷവും ഞാൻ നീറുകയായിരുന്നു. ദേവേട്ടനെ കാണാതെ, ഒരു വാക്കും മിണ്ടാതെ. മമ്മിയും പപ്പയും കൂടെ ചെല്ലാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവിടെ വെച്ച് സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് അവരോട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ഉരുക്കി ഉരുക്കി മരിച്ചു പോകുമെന്ന് തോന്നിപ്പോയി ദേവേട്ട. അവളുടെ കണ്ണുനീർ അവൻ്റെ പുറത്തെ നനച്ചു. അവൻ്റെ ഇടനെഞ്ചു പിടഞ്ഞു. അവൻ ആ കൈകളിൽ പിടിച്ചുകൊണ്ട് മെല്ലെ തിരിഞ്ഞു. നിറ കണ്ണുകളോടെ അവൾ അവനെ നോക്കി. അവൻ കൈക്കുമ്പിളിൽ അവളുടെ മുഖമെടുത്തു. അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ മാറി മാറി നോക്കി. അവൻ്റെ മിഴികൾ നിറഞ്ഞു നിന്നു. അവളുടെ ചുണ്ടുകൾ വിതുമ്പി. അവളുടെ കണ്ണുകൾ തൂകിയതും അവൻ പരിസരം മറന്നു. അവളുടെ നിറഞ്ഞു തൂകിയ കണ്ണുകളിൽ അവൻ മൃദുവായി ചുണ്ടുകൾ അമർത്തി. ജെന്നിയുടെ ഹൃദയം തരളിതമായി. ഇരു കണ്ണുകളിലും ചുണ്ടുകൾ പതിപ്പിച്ച അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ നിസ്സഹായാവസ്ഥ നിന്റെ കണ്ണിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഒന്നും ബോധിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഈ നെഞ്ചിൽ ഞാൻ മാത്രമാണെന്ന് എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാ ഞാൻ. അതുകൊണ്ട് തന്നെയാ ഞാൻ നിന്റെ മുന്നിൽ മനസ്സ് തുറന്നത്. നിന്റെ കുഞ്ഞു കുഞ്ഞു വാശിയും കുശുമ്പും കൊണ്ട് നിന്റെ മനസ്സ് എന്നേ നീ എനിക്ക് മുന്നിൽ തുറന്നു കാട്ടി. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ മനസ്സിലാക്കിയെന്ന് പറയുന്നതിൽ എന്ത് കാര്യം? ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റില്ലടാ. എൻ്റെ പ്രാണൻ തന്നെയല്ലേ നീ. നീയില്ലെങ്കിൽ ഞാൻ പിന്നെ ഇല്ലടി. കരഞ്ഞുകൊണ്ട് അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. ഇറുകെ പിടിച്ചുകൊണ്ട് തലയിൽ ചുണ്ടുകൾ അമർത്തി. നിന്റെ ഉള്ളം അറിയാമെങ്കിലും നിന്റെ നാവിൽ നിന്നും കേൾക്കാൻ അത്രമേൽ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്നലെ ഞാൻ കാത്തു നിന്നത്. നീ വന്നില്ലെന്ന് കണ്ടപ്പോൾ എൻ്റെ അവസ്ഥ, എനിക്ക് ഒരു നിമിഷം തോന്നിയതൊക്കെ ഇപ്പോൾ ഓർക്കാൻ പോലും പേടിയാകുന്നു. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി. പിന്നെ ആ നെഞ്ചിൽ താടിയൂന്നി മുഖം ഉയർത്തി അവനെ നോക്കി. അവൻ മുഖം കുനിച്ചു. ഐ ലവ് യു ദേവേട്ട. അവൾ നാണം കലർന്ന പുഞ്ചിരി തൂകി. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവനൊന്നുകൂടി അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചു. ഇനി ഒന്നിനും തങ്ങളെ പിരിക്കാൻ കഴിയില്ല എന്ന ഭാവത്തോടെ അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടുകൾ അമർത്തി. അവർ അവരുടേതായ ലോകത്തിലേക്ക് കടന്നതും വിനു അവരുടെ അടുത്തേക്ക് നടന്നു. ഇലീനയുടെ കണ്ണുകളിൽ കനലെരിഞ്ഞു. വിനു ദേവന്റെ ചുമലിൽ കൈവച്ചു. അവൻ ഞെട്ടിത്തിരിഞ്ഞു. ക്യാമ്പസ് ആണെന്നും ചുറ്റും സ്റ്റുഡൻസ് ആണെന്നും അവൻ അപ്പോഴാണ് ഓർത്തത്. ജെന്നി പകപ്പോടെ ചുറ്റും നോക്കി. അവളുടെ കണ്ണുകൾ കൈകൾ പിണച്ചു കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന അലക്സിയിൽ തറച്ചു.
ഒരു നിമിഷം അവൾ പതറിപ്പോയി. അവൻ്റെ ആ നോട്ടത്തെ നേരിടാൻ കഴിയാത്തതുപോലെ അവൾ തന്നെ കുനിച്ചു പിടിച്ചു. ദേവൻ അവളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. അലക്സിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അലക്സി അവരെ രണ്ടുപേരെയും നോക്കി. ഞാൻ വസുദേവ്. അലക്സി കൈ ഉയർത്തി തടഞ്ഞു. മനസ്സിലായി, ഞാനാണ് നിങ്ങൾക്കിടയിൽ കടന്നു വന്ന വില്ലൻ അല്ലേ? അലക്സി ഒന്ന് ചിരിച്ചു. ജെന്നിഫറിന്റെ മുഖം കണ്ട നിമിഷം തന്നെ ഞാൻ മനസ്സിലാക്കി ഇവൾക്കെന്നെ ആ രീതിയിൽ കാണാൻ പറ്റില്ലെന്ന്. പക്ഷേ അതിൻ്റെ കാരണം അപ്പോൾ മനസ്സിലായില്ല. ഞാൻ കരുതിയത് ആദ്യമായി കണ്ട ഒരാളോട്, അതും പെട്ടെന്നുണ്ടായൊരു തീരുമാനമായോണ്ടാകും എന്നാണ്. ഇവൾക്ക് ഒന്ന് ആലോചിക്കാൻ പോലുമുള്ള സമയം ആരും കൊടുത്തില്ല എന്നതാണ് സത്യം. ഞാൻ ഇവളുടെ മനസ്സറിയാൻ വേണ്ടി ഞങ്ങൾക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാറാൻറ്റി ഇവളുടെ മേലുള്ള വിശ്വാസം ഒരു ഉറപ്പായി പറഞ്ഞതും പുലിക്കുട്ടിയുടെ നാവ് പണിമുടക്കി. ഇവൾക്കെന്നോട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാതെ പോയി. ഞാൻ എൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞിട്ട് ഇവൾ ഒന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ ഓർത്തു ഇവൾക്കങ്ങനെ ആരോടും ഒന്നും ഉണ്ടായില്ലെന്ന്. പോകുമ്പോൾ പോലും എൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഇവൾ മടിച്ചതിൽ എനിക്ക് ഡൗട്ട് തോന്നി. ഞങ്ങളുടെ മാരേജ് വാക്കാൽ എല്ലാവരും കൂടി ഉറപ്പിച്ചിട്ട് കൂടി എന്നോടൊപ്പം ഫോട്ടോയ്ക്ക് നിൽക്കാൻ മടിച്ചു നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവിടെയെല്ലാം ഇവൾ മനസ്സ് മറച്ചു പിടിക്കാൻ പാടുപെടുന്നത് ഞാൻ മനസ്സിലാക്കി. അധിക സ്വാതന്ത്ര്യം കൊടുത്തു വളർത്തിയ പപ്പയും അമ്മയെയും വേദനിപ്പിക്കാൻ ഇവൾക്ക് കഴിഞ്ഞില്ല. അല്ലേ ജെന്നിഫർ? സാരമില്ലടോ, ഞാൻ ഇന്നലെ തന്നെ എൻ്റെ പപ്പയോട് സംസാരിച്ചു. തനിക്കെന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിർബന്ധം പിടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ ഞെട്ടലോട് അവനെ നോക്കി. തൻ്റെ മനസ്സാരെങ്കിലും കട്ടോ എന്നറിയാൻ. പപ്പ തന്നെയാ എന്നെ നിർബന്ധം പിടിച്ച് തൻ്റെ ഒപ്പം പറഞ്ഞു വിട്ടത്. അതറിഞ്ഞിട്ട് മതി ബാക്കി എന്ന് തീരുമാനം എടുത്തിരുന്നു എൻ്റെ പപ്പ. എനിക്ക് വേണ്ടത് എന്നെ മനസ്സിലാക്കി എന്നെയും എൻ്റെ നല്ലതും ചീത്തയുമായ എല്ലാ സ്വഭാവത്തെയും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെയാ. അവളുടെ മനസ്സിൽ ഞാൻ മാത്രമേ പാടുള്ളൂ എന്നൊരു പൊസസീവ് എനിക്കുണ്ട് കേട്ടോ. അലക്സി ചിരിച്ചു. എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അഫെയർ ഉണ്ടെങ്കിൽ അത് കോളേജിലാകാനാണ് സാധ്യതയെന്ന്. അത് തെറ്റിയില്ല. അവൻ മനോഹരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കാരണം രണ്ടാളും മനസ്സ് തുറന്നല്ലോ. അതിന് കാരണമായത് എനിക്കൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ദേവേട്ടാ, ഞാൻ നിങ്ങളുടെ വില്ലനല്ല കേട്ടോ. പിന്നെ ഈ ജാതിയും മതമൊക്കെ വില്ലനായി മാറുമോ? അങ്ങനെ വന്ന എന്താവശ്യത്തിനും എന്നെ വിളിക്കാൻ മറക്കരുത്. ദേ, ഇവളുടെ കയ്യിൽ എൻ്റെ കാർഡ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ... അവൾ ദേവന്റെ പിന്നിൽ മറഞ്ഞു. ഹാ, ബെസ്റ്റ്. അതപ്പോഴേ ചുരുട്ടി എറിഞ്ഞു അല്ലേ? കൊള്ളാം. എന്തായാലും ഈ ദേവേട്ടനെ മനസ്സിൽ വെച്ച് എൻ്റെ മുന്നിൽ തല കുനിച്ചേ നിന്നെ ഞാൻ കൊന്നേനെ. പരസ്പരം സ്നേഹിക്കുന്നവർ വേണം എന്നും ഒന്നിക്കാൻ. പലരും മനസ്സ് തുറക്കാത്തതിൽ വരുന്ന പ്രോബ്ലമാണ്. ചിലതിൽ എത്ര അലറി പറഞ്ഞാലും കേൾക്കാൻ ആരും ഉണ്ടാകാറില്ല. അങ്ങനെയും പിരിയുന്നവരുണ്ട് അല്ലേ അനീറ്റ? അലക്സി അനിയെ നോക്കി. ഇവിടിപ്പോ ആരാ, എന്താ, എങ്ങനാ എന്നൊക്കെ ആലോചിച്ച് വാ തുറന്ന് നിൽക്കുന്ന അവളോടാണ് അലക്സിയുടെ ചോദ്യം. അവൾ അങ്ങനെ തന്നെ അവനെ നോക്കി. അവൻ അവളുടെ താടിയിലൊന്ന് തട്ടി. അവൾ വായടച്ചു. പിന്നെ അവനെ നോക്കി ഒന്നിളിച്ച് കാണിച്ചു. ഇവിടെങ്ങും ഇല്ലേ? ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ അവൾ തലമാന്തി. സാരമില്ല, പോയ കിളികൾ തിരികെ വരുമ്പോൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കി മറുപടി പറഞ്ഞാൽ മതി. എന്നാ ഞാൻ പോട്ടെ. അവൻ ചിരിയോടെ തിരിഞ്ഞു. ജെന്നി പെട്ടെന്ന്,
ഗ്ലാസ്സിൽ ചായ. അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ ചിരിയോടെ തിരിഞ്ഞു. ഈ വിളി ഇന്നലെ ആയിരുന്നെങ്കിൽ ഞാനീ ദേവേട്ടനോട് സോറി പറഞ്ഞേനെ കേട്ടോ. ആ പറഞ്ഞോ, എന്താ? ഇതിപ്പോ വീട്ടിൽ പറയരുതെന്നാണോ? അവൾ തലയാട്ടി. അവൻ ചിരിയോടെ ശരിയെന്ന് തലയാട്ടി. ഞാനായിട്ട് ഒന്നും പറയില്ല, പോരെ? അവൾ ചിരിയോടെ മുഖം ചലിപ്പിച്ചു. ഹോ, എന്നാ ചിരിയാ! ഇത് കാണാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. മതി, ഞാൻ ഹാപ്പി. അവൻ കാറിനടുത്തേക്ക് നടന്നു. ദേവൻ ജെന്നിയെ നോക്കി. അവൾ കണ്ണീരോടെ ഒന്ന് ചിരിച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ചേർത്ത് പിടിച്ചു. ടെൻഷൻ അടിച്ച് ചത്തേനെ, അവൾ ചിരിയോടെ പറഞ്ഞു. ഞാനും, അവൻ അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞു. ചുറ്റും നിന്നവർ കൈകൊട്ടിയതും ഇരുവരും തെളിഞ്ഞു ചിരിച്ചു. അപ്പൊ എങ്ങനാ, ക്ലാസ്സിലേക്ക് പോവല്ലേ? തനി ഉറക്കെ ചോദിച്ചതും ജെന്നി അവളെ നോക്കി പേടിപ്പിച്ചു. നോക്കല്ലേടി പൂച്ചക്കണ്ണി. അവൾ പൊട്ടിത്തെറിച്ച് നടന്നിട്ട് സ്വന്തം കാര്യം വന്നപ്പോ പൂച്ചക്കുട്ടിയായി മാറി. ചുറ്റും നിന്ന ഞങ്ങൾ മണ്ടന്മാർ അല്ലേടി? പന്നി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അനി മുഖം വീർപ്പിച്ചു പറഞ്ഞു. ചോറി. ജെന്നി ചുണ്ട് പിളർത്തി. പൊടി ഭ്രാന്തി. എന്നാലും രണ്ടും കൂടി സിനിമയെ വെല്ലുന്ന സീനായിരുന്നു കാഴ്ച വെച്ചത്. ഏതായാലും അതെനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രം തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. നിന്റെ മാവും പൂത്തു, ഇനി എന്റേത്. ഡേ, അതിന് പൂക്കുമെന്ന് തോന്നുന്നില്ല, തനി വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു. ഹേ, ചങ്കിക്കൊള്ളണ വർത്താനം പറയല്ലേ പൊന്നെ. നാവിൽ കുളികനോ മറ്റോ കയറിയിരിക്കുന്ന സമയാണെങ്കിൽ എന്റെ കാര്യം പോക്കാ. എന്റെ നാവിന്റെ കുഴപ്പമല്ല മോളെ, നിന്റെ സാറിന്റെ കുഴപ്പമാ. ദേ, നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. തനി കണ്ണു കാണിച്ചതും അനി റോഡിലേക്ക് നോക്കി. കോളേജിന്റെ മുന്നിൽ റോഡിനപ്പുറം ബുള്ളറ്റിലിരിക്കുന്ന കിഷോറിന്റെ അരികെ സുന്ദരിയായൊരു പെണ്ണ്. രണ്ടുപേരും ചിരിയോടെ സംസാരിക്കുന്നു. അനി കിഷോറിനെ സൂക്ഷിച്ചു നോക്കി. അയ്യടാ, എന്തൊരിളി! അപ്പോഴാണ് അവൾ കണ്ടത്. ചുറ്റും ഒന്ന് നോക്കി കിഷോർ ആ പെണ്ണിന്റെ കവളിൽ തൊടുന്നത്. അയ്യോ! അനിയുടെ ഉള്ളം കത്തിപ്പോയി. ദുഷ്ടൻ, ഏതവളാണോ എന്തോ അവള്. നെഞ്ചൊന്ന് തടവിക്കൊടുത്തുകൊണ്ട് അവൾ ആലോചിച്ചു. അവൾ ചിരിയോടെ അവന്റെ കയ്യിൽ പിടിക്കുന്നു. ആ കൈ വിടാതെ തന്നെ സംസാരിക്കുന്നു. അനിയുടെ തല ചുറ്റും പോലെ തോന്നി. അവൾ ദയനീയമായി ജെന്നിയെയും ദേവനെയും നോക്കി. അവിടാണെങ്കിൽ രണ്ടും കണ്ണിൽ നോക്കി രസിക്കുന്നു. കോപ്പ്, എന്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് മതി രണ്ടും കണ്ണിൽ നോക്കി പ്രേമിക്കുന്നത്. അനിയുടെ ഉറക്കെയുള്ള പറച്ചിൽ കേട്ട് രണ്ടുപേരും അവളെ നോക്കി. ദേ നോക്കിക്കേ, എന്റെ കഞ്ഞിയിൽ ദേ ലവള് വീണെന്നാ തോന്നേ. എവള്? ദോ. അനി കൈ ചൂണ്ടി. അയ്യോ, ഇതേതാ പുതിയ കുരിശ്? ജെന്നി പെറുപെറുത്തു. ഇവിടെ ഉള്ളതിനെ സഹിക്കാൻ കഴിയാതെ നിൽക്കുമ്പോ പുതിയ ഇറക്കുമതിയോ? വസു നെഞ്ചിൽ കൈവച്ച് കിഷോറിന് ടാറ്റയും കൊടുത്ത് നടന്നകലുന്ന അവളെ നോക്കി. ചിരിയോടെ ഇരിക്കുന്ന കിഷോറിനെ കണ്ടതും അനിക്കങ്ങ് വിറഞ്ഞു കയറി. കിഷോർ ക്യാമ്പസിലേക്ക് ബുള്ളറ്റ് ഓടിച്ചു കയറ്റി. അനിയും ഗ്യാങ്ങും നിൽക്കുന്നത് കണ്ട് കിഷോർ ഉള്ളിൽ തികട്ടി വന്ന സന്തോഷം മറച്ചു. അനി അവിടെ നിൽക്കുന്നത് കണ്ട് മൈൻഡ് പോലും ചെയ്യാതെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. അനിക്കാകെ ഹാലിളകി. അവളേതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അനി കിഷോറിന്റെ പിന്നാലെ പായാൻ തുടങ്ങി. ഡാ, നീ എങ്ങോട്ടാ? ഇത് കോളേജാണ്. അങ്ങേര് നമ്മുടെ സാറും. കുളവാക്കല്ലേ പൊന്നെ. തനി അനിയുടെ കയ്യിൽ പിടിച്ചു. മാങ്ങാ തൊലി, ഇതിൽ രണ്ടിലൊന്ന് എനിക്കെന്നറിയണം. അങ്ങേർക്ക് വേറെ സെറ്റപ്പ് ഉണ്ടേ ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യണോ? ഞാൻ വല്ല പുളിങ്കൊമ്പും നോക്കി വയ്ക്കുന്നതാ അതിൻ്റെ ഒരു ശരി. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്താ പോരെ? വെറുതെ അങ്ങയുടെ മുന്നിൽ സ്വന്തം വില കളയണോ? ഓ, അതിനിപ്പോ എന്താ? ഇങ്ങേരെ കണ്ടതിൽ പിന്നെ
എനിക്കെന്നെ പറ്റി ഒരു ചിന്തയില്ല. മനസ്സിൽ മുഴുവൻ മിസ്റ്റർ പെർഫെക്റ്റ് ആണ്. നോക്കട്ടെ. എൻ്റെ പൊന്ന് ജെന്നി, നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ തെറിച്ച സാധനം കുളവാക്കും. ഒന്നാമത് ഫുൾ CCTV-യാ. അനിയടാ, നീ ഇങ്ങ് വന്നേ. ജെന്നി അവളുടെ തോളിൽ കൈയിട്ട് കാതിൽ എന്തോ ഊതി. വസുവും തനിയും കാത് കൂർപ്പിച്ചിട്ട് പോലും ജെന്നി പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞില്ല. അനിയുടെ മുഖം വിടരുന്നതും ചിരിയോടെ ജെന്നിയെ കെട്ടിപ്പിടിച്ച്, താങ്ക്സ് മുത്തേ, ഇത് ഞാൻ ചെയ്യും, ചെയ്തിരിക്കും. അനിയാ പറയുന്നേ. ഇന്നങ്ങേരെ കൊണ്ട് ഞാൻ ഇഞ്ഞ വരപ്പിക്കും. അനി, കൺട്രോൾ കൺട്രോൾ പ്ലീസ്. സ്വയം ഒന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആട്ടിൻകുട്ടിയെ പോലെ തുള്ളിയകന്നു. തനി ജെന്നിയെ നോക്കി. കാവടി തുള്ളിയാണല്ലോ പോക്ക്. എന്താകുവോ എന്തോ, കണ്ടറിയാം. ചക്കരെ, ആ കൊച്ചിനെ എന്ത് പറഞ്ഞാ നീ ഇളക്കി വിട്ടേക്കുന്നത്? അങ്ങേരുടെ കൈക്ക് പണിയുണ്ടാക്കുവോ നീ? അത് ചോദിച്ച വസുവിനെ നോക്കി ജെന്നി വിടർന്നങ്ങ് ചിരിച്ചു. വെയിറ്റ് ആൻഡ് വാച്ച് ദേവേട്ടാ.